ഹായ് ഹലോ ആൻഡ് വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് മണാലി പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മണാലി വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാനോട് ഐ ബട്ടണിൽ ഇട്ടേക്കാമേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് മണാലിയിൽ എന്തൊക്കെയാണ് എസെൻഷ്യലായിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്യുമ്പം ആഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ഒരുപാട് മഞ്ഞുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല. എനിക്കും അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് ശരിക്കും എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തതെന്നൊക്കെ ഉള്ളത്. അപ്പം ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഞാനും ഒരുപാട് മഞ്ഞുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല, ആകെ പറയാൻ മണാലി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശരിക്കും ഈ സ്നോഫോൾ ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. വെരി ഫസ്റ്റ് വന്നിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള സാധനത്തിൽ തുടങ്ങാം. വേറൊന്നുമല്ല, മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ. ഓക്കെ, അതായത് ഇതിപ്പം ഡീപ്പ് മോയ്സ്ചറൈസർ ആണ്. വാസ്ലിൻ്റെ ആണ് ഇൻറ്റൻസ് കെയർ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൻ്റെ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നേക്കാളും എനിക്ക് തോന്നിയത് യൂഷ്വലി യൂസ് ചെയ്യുന്ന ബോഡി ലോഷനെക്കാട്ടിലും കുറച്ചുകൂടെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കുക. അതൊരു ഒരു പൊടിക്ക്. കാരണം വേറൊന്നുമല്ല, നമ്മൾ തണുപ്പ് തോന്നുമ്പോൾ നമ്മുടെ ബോഡിയുള്ള ഇത്തിരിയൂടെ അങ്ങ് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ചിലപ്പം അത്രയും മോയ്സ്ചറൈസ് ചെയ്യണമെന്നില്ലേ. അപ്പം നിങ്ങൾ ബോഡി ലോഷൻ കുറച്ച് ഡീപ്പ് മോയ്സ്ചറൈസ് ചെയ്യുന്നത് കുറച്ച് ഒരു പൊടിക്ക് മോയ്സ്ചറൈസർ കൂടിയത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫേസിൻ്റെതും കുഴപ്പമില്ല, പക്ഷേ ചിലർക്ക് ചിലപ്പോൾ ഇത്തിരി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര എണ്ണമയമുള്ള ഒരു ആളായതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നം ഫേസിൽ തോന്നിയില്ല. കാലിലൊക്കെ ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് എടുക്കണേ. കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിപ്പോട്ടോ. ഇതൊരു ബേസിക് തണുപ്പത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഒരു ട്രാവൽ ഡിസ്പെൻസർ ബോട്ടിൽ. ഇതൊരു മണാലി മസ്റ്റാവ് അല്ലെങ്കിൽ പോലും ട്രാവൽ മസ്റ്റാവാണ്. വേറൊന്നുമല്ല, നമ്മൾക്കറിയാം നമ്മളൊരു സ്ഥലത്തോട്ട് പോകാൻ പാക്ക് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും കൂടുതൽ സ്ഥലം പോകുന്നുണ്ടല്ലോ ഈ ഷാമ്പൂ, കണ്ടീഷണർ, ക്ലെൻസർ, ബോഡി ലോഷൻ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കുത്തി നിറയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്പേസ് അങ്ങ് പോകും. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം 400 ml, 200 ml, 250 ml ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ളത്. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്ക്. ഇതിൻ്റെ കുറച്ച് മതി. പക്ഷെ നമ്മളിത് ഈ ബോട്ടിലോടെ അങ്ങ് എടുത്തിട്ട് പോകാം മിക്കപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ബാഗ് അങ്ങ് നിറയാൻ ആവശ്യ സാധനങ്ങളും ഉണ്ട്. അപ്പം അതിന് ഒരു സൊല്യൂഷനാണ് ഇത് വന്നിട്ട്. ഇതെന്താ വെച്ചാൽ ഒരു ട്രാവൽ ഡിസ്പെൻസർ ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം, മൾട്ടി ഡിസ്പെൻസർ ബോട്ടിൽ എന്ന് പറയാം. കാണുമ്പോൾ ഭയങ്കര സംഭവമാണെങ്കിലും ഈസി ടു യൂസ് ആണ് സാധനം. ഈ ഒരു ഒറ്റ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ 4 കുട്ടി, അതായത് 40 ml ഒരു 4 ബോട്ടിൽ ഇരിപ്പുണ്ട്, ഡിസ്പെൻസർ ബോട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് സ്റ്റിക്കറും തരും കേട്ടോ. അതായത് ഷാമ്പൂ, കണ്ടീഷണർ, ക്ലെൻസർ, സെറം, അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ് തരും. അപ്പം നമ്മൾ ഈ ബോട്ടിലിനുള്ളിൽ ഏതാണ് നിറച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിലിൽ നിങ്ങൾക്ക് അതായത് സ്റ്റിക്കർ ഒട്ടിക്കുക. അതായത് ഇപ്പം ഷാമ്പൂ ഒരു ബോട്ടിൽ ഡിസ്പെൻസറി നിറച്ചതെന്ന് വെച്ചാൽ ഷാമ്പൂവിൻ്റെ സ്റ്റിക്കർ അവർ തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പ്രസ് ചെയ്യുക, അത് നമ്മുടെ കയ്യിൽ വരും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഈസി ടു യൂസ്. ആ സാധനം കൈ കിട്ടുമ്പോൾ നമുക്ക് കൂളായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. കുറേ സ്ഥലം നമുക്ക് ലാഭിക്കാം ബാഗിലെ. ഭയങ്കര ഈസി ടു യൂസ് ആണ്, ഭയങ്കര കോമ്പാക്റ്റ് ആണ് ഈ സാധനം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ സൺസ്ക്രീൻ, ബോഡി ലോഷൻ, ഷാംപൂ, ഫേഷ്യൽ ക്ലെൻസർ, ഈ 4 സാധനങ്ങളാണ് ഓരോരോ ബോട്ടിലും നിറച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം. ബോട്ടിൽ മറ്റേ വലിയ വലിയ ബോട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് പ്രസ് ചെയ്തെടുക്കാം. മസ്റ്റ് ആവാട്ടോ, ട്രാവൽ ചെയ്യുന്നൊരു മസ്റ്റ് ആവാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്ര ഹൈ ക്വാളിറ്റി ഒന്നും അല്ല, സംഭവം കുറച്ച് അത്ര സ്റ്റഡി അല്ല കേട്ടോ സാധനം. പക്ഷെ പ്രൈസ് വൈസ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഒരു മസ്റ്റ് ഹാവ് ട്രാവൽ ആട്ടോ. നമ്മുടെ ഒരുപാട് ആ ബാഗിൽ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാം ഈ ഒരു ഒറ്റ സാധനം കൊണ്ടുപോകുമ്പോൾ. കാരണം 4 സാധനങ്ങളാണ് ഈ ഒരു കുട്ടി ബോട്ടിലിനകത്ത് സെറ്റ് ആവുന്നത്. അപ്പം ഒരു മസ്റ്റ് ഹാവ് ആണ് ഇത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വിൻ്റർ സെറ്റാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായത്. ഇത് വന്നിട്ട് ഒരു ബീനി, ഒരു ക്യാപ്പ് വരും, ഇങ്ങനെ ഒരു ബീനി ക്യാപ്പ് വരും. പിന്നെ ഇത് നെക്കിലിടുന്നതാണ്, ഇങ്ങനെ ഇടുന്നതാണ്, നെക്ക് കവർ ചെയ്യുന്ന ഒരു സാധനം ഇത് വന്നിട്ട്. പിന്നെ ഗ്ലൗസ് വരും. ഈ 3 എണ്ണം കൂടെ സെറ്റായിട്ട് കിട്ടുന്ന ഒരു
വിൻ്റർ വെയറാണ് വരുന്നത്. ഇതും ഒരു മസ്റ്റാണ്. പക്ഷെ ഇതിനകത്ത് യൂസ് ചെയ്യാത്തൊരു സാധനം വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഭയങ്കര അത്രയും തണുപ്പുള്ള സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു സ്കാർഫോ അല്ലെങ്കിൽ ഈ സാധനമോ വേണ്ടി വരുന്നത്. അത്രയും അങ്ങ് ആ നെക്ക് തണുക്കുന്ന രീതിയിൽ അത്രയും തണുപ്പുണ്ടായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ്. അപ്പം ഇത് ഞാൻ യൂസേ ആക്കിയിട്ടില്ല. ഇത് രണ്ടും യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഗ്ലൗസും ഈ ഒരു സാധനവും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇത് നമ്മുടെ ചെവി ഓൾമോസ്റ്റ് കവർ ചെയ്യും കേട്ടോ. അത്രയും കവർ ആവും, അത്രയും താഴ്ത്ത് വരും. അപ്പം ഇതും നല്ലതായിരുന്നു, ഗ്ലൗസും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ മണാലിയിലോട്ട് പോകുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഈ തണുപ്പെന്ന് പറയുന്ന സാധനം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. ചിലവർക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് തണുപ്പ് തീരെയും പറ്റത്തില്ല. എനിക്കൊരു തണുത്ത കാറ്റടിച്ചാൽ അപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് രോമാഞ്ചം വരും. അത്രയും എനിക്ക് തണുപ്പ് പറ്റാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു സെക്കൻഡ് ഡേ, മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ഒക്കെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കാരണം നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാര്യമേ. അപ്പം യെസ്, എനിക്കിത് രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, ഗ്ലൗസ്. പിന്നെ ഗ്ലൗസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ പെട്ടെന്ന് നനയാൻ ചാൻസ് ഉണ്ടെങ്കിൽ, മഞ്ഞിലൊക്കെ കളിക്കും, സ്നോഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാം. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്ലൗസ് ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ എക്സ്ട്രാ ഗ്ലൗസ് വാങ്ങിയിട്ട് പോയതല്ല കേട്ടോ. മണാലിയിൽ എത്തിയപ്പം ഫസ്റ്റ് ഡേ അങ്ങോട്ട് ലാൻഡ് ചെയ്തപ്പം അവിടുത്തെ ചേച്ചിമാരായി നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇത്. അപ്പം ഗ്ലൗസ് നനയുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങളുടെ എക്സ്ട്രാ ഗ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നനയുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ. കാരണം ഇത് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വന്നിട്ട് സോക്സ് ആണ്. ഇത് വന്നിട്ട് വിൻ്റർ സോക്സ് ആണ്. ഞാൻ ഇതിന് പോകുന്നേരത്ത് എനിക്ക് മനസ്സിലായി, വിൻ്റർ സോക്സ് എന്നൊരു സോക്സ് ഉണ്ട്. അതായത് ഇത് അത്യാവശ്യം കട്ടിയുണ്ട് ഈ സോക്സിന് കേട്ടോ. തിക്കാ സംഭവം. പുറത്ത് നിറ്റാ പോയേക്കുന്നത്, ഉള്ളിൽ ഒരു വൂളൻ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ പോയേക്കുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്. ഇത് 4 പെയർ ആണ്. 4 പെയർ വരുന്ന രീതിയിലുള്ള സെറ്റായിരുന്നു. 4 പെയർ സോക്സ് വേണം. സോക്സ് കുറച്ചൊരു എന്തായാലും നിങ്ങൾ 3 എണ്ണം എടുക്കുന്നത് നല്ലതായിരിക്കും പുറത്ത് പോകുമ്പം, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിങ്ങനെ 4 പെയർ ഓഫ് സോക്സ് ആയിരുന്നു വരുന്നത്. നല്ല സോക്സ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ തണുത്തത് ഈ കൈയിൻ്റെ ഈ അറ്റവും കാലിൻ്റെ ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സോക്സും ഗ്ലൗസും എനിക്കൊരു ഉപകാര സാധനമായിരുന്നു. കാരണം കാലൊക്കെ ഉണ്ട് നമുക്കങ്ങ് വേദനിക്കും. നമ്മുടെ ടോയൊക്കെ, ആ കാലിൻ്റെ വിരലൊക്കെ നമുക്ക് വേദനിക്കും, മരവിക്കുന്ന പോലെ തോന്നും കേട്ടോ ഭയങ്കരമായിട്ട്, സ്നോഫോളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ സോക്സ് നല്ല കട്ടിയുള്ള വിൻ്റർ സോക്സ് തന്നെ വാങ്ങിക്കണേ. അല്ലാതെ മറ്റേ കനം കുറഞ്ഞ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്കങ്ങ് മരവിച്ചിട്ട് നമുക്ക് വേദനിക്കാൻ തുടങ്ങും, ആ ഒരു ലെവലിലോട്ട് തണുപ്പുണ്ടെങ്കിൽ. അപ്പോൾ സോക്സും ഗ്ലൗസും മസ്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു മണാലി മസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഈ ഡിസ്പെൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ട്രാവൽ മസ്റ്റ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഈ ഒരു ഓർഗനൈസർ ബാഗാണ്. ഇതൊരു മസ്റ്റാണ് കേട്ടോ ട്രാവൽ ചെയ്യുമ്പം. വേറൊന്നുമല്ല, നമ്മൾ ഈ ട്രാവലർ ബാഗൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങ് ഇതാവും. ഞാൻ ട്രാവൽ ചെയ്തപ്പം ട്രാവലർ ബാഗാണ് യൂസ് ചെയ്തത്. ഈ സാധനം ഉള്ളത് കൊണ്ട് നല്ല സുഖമായിരുന്നു. വേറൊന്നുമല്ല, ഒരു ബാഗിൻ്റെ അകത്ത് ഞാനിത് ഇത്രയും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാഗിൻ്റെ അകത്ത് അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം, ഒരു ബാഗിൻ്റെ അകത്ത് റൂമിലിടേണ്ട ഡ്രസ്സ്, ഒരു ബാഗിൽ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ്, അങ്ങനെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ നീറ്റായിരുന്നു കാര്യങ്ങൾ. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കും കാര്യങ്ങൾ. അതാ കുറച്ചുകൂടെ നല്ലത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ. ഇത് എനിക്ക് തോന്നുന്നു 7 സെറ്റ് ഓഫ് ബാഗ്സ്, അതായത് ഇങ്ങനെ വരുന്ന പല 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 ബാഗ്സ് ഉണ്ട്. ഇത് പല സൈസിലും ഉണ്ട്. ഇത് വലുത്, ഇതിൻ്റെ ചെറുതുണ്ടായിരിക്കും. ഇതുപോലെ സിബ്ബർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെരുപ്പ് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ വലിക്കുമ്പോൾ കണ്ടു, എക്സ്ട്രാ ചെരുപ്പ് കൊണ്ടുപോകാൻ അത് ഇടാനായിട്ടുള്ളതുണ്ട്. ഇതൊരു മസ്റ്റ് ആവാം കേട്ടോ. കാര്യങ്ങൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കി വെക്കും. നമ്മൾ കുഴച്ച് മറിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബോഡി ലോഷന്, ഫേസ് വാഷ്, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഒരെണ്ണത്തിൻ്റെ അകത്ത് വയ്ക്കാം, അണ്ടർ ഗാർമെൻറ്റ്സ് ഒരെണ്ണത്തിൻ്റെ അകത്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ്, അകത്ത് പോകുമ്പോൾ ഡ്രസ്സ്, അങ്ങനെ പല പല സെക്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ എല്ലാം കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ഓർഗനൈസ് ആയിട്ടിരിക്കും. ഇതൊരു മസ്റ്റ് ആവട്ടോ. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മണാലി ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയൊരു സാധനമാണ്, വേറൊന്നുമല്ല, തെർമൽസ് ആണ്. തെർമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ തണുപ്പത്ത് പോകുമ്പം ലെയറായിട്ടാണ് എപ്പോഴും ഡ്രസ്സ് ഇടേണ്ടത്. അപ്പം ആദ്യം ഇടേണ്ട ലെയറാണ് ഈ തെർമൽ എന്ന് പറയുന്നത്. അത് തണുപ്പിനെ കുറച്ച് കൺട്രോൾ ചെയ്യും, നമ്മുടെ ബോഡിക്ക് കുറച്ച് ഹീറ്റ് തരും. അതാണ് ഈ തെർമൽ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ
പുറത്ത് സ്നോയിലൊക്കെ പോകുമ്പോൾ ആദ്യം അണ്ടർ ഗാർമെൻറ്റ്സ്, അത് കഴിഞ്ഞിട്ട് നേരെ ഇടുന്ന ഈ തെർമൽസ് കേട്ടോ. ഇത് ടോപ്പും വരും ബോട്ടവും വരും കേട്ടോ. ഒരു പാൻറ് പോലത്തെ ലോവർ പോർഷനിലും ഇടാം, ടോപ്പ് അപ്പർ പോർഷനിലും ഇടാം. അങ്ങനെ 2 ഇതായിട്ടാണ് വരുന്നത്. അപ്പം അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടിട്ട് നേരെ തെർമൽസ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നോർമലി ഇടുന്ന ഡ്രസ്സസ് ഇടാനായിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ ഗാർമെൻറ്റ്സ്, തെർമൽസ്, അത് കഴിഞ്ഞിട്ട് ജീൻസ്, ടോപ്പ്, ഗ്ലൗസ്, സോക്സ്, ജാക്കറ്റ്, ബീനി, അങ്ങനെയാണ് ഞാൻ ലെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഈ തെർമൽസ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചത്തുപോയേനെ, സത്യം. എനിക്ക് നിങ്ങൾ ആ മണാലി വ്ലോഗിൽ കണ്ടറിയാം, സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഹെവി സ്നോഫോൾ ആയിട്ടുണ്ടായിരുന്നു. സ്നോഫോൾ കാരണം ഞങ്ങളുടെ ഏരിയ ഫുള്ള് സ്നോ കൊണ്ട് മൂടി, മഞ്ഞായി ഫുള്ള്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. -11 -9 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര തണുപ്പാട്ടോ. ചിലർക്കത് തണുപ്പേ ആയിരിക്കത്തില്ല, എനിക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ തണുപ്പായിരുന്നു. ഞാൻ അന്ന് ഉറങ്ങിയത് ഈ തെർമലും ഇട്ട് ജീൻസും സ്വെറ്റ് ഷർട്ടും ജാക്കറ്റും സോക്സും ഗ്ലൗസും ഇട്ടിട്ടാണ് ഞാനന്ന് ഉറങ്ങിയത്. എൻ്റെ ബോഡിക്ക് അത്രയും പറ്റത്തില്ല. അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. ഈ സാധനം ഞാൻ 3 ദിവസം ഇതിട്ടിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ ഒരു പെയറൂടെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. 3 ദിവസത്തേക്ക് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് 3-ാമത്തെ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൗട്ടാണ്. കാരണം അന്ന് മണാലിയിൽ നിന്ന് ഞങ്ങൾ പോവായിരുന്നത് കൊണ്ട്. പക്ഷെ മണാലിയിലുള്ള ആ ദിവസം ഫുൾ ഞാൻ ഈ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതില്ലാതെ പറ്റത്തില്ല. ഇതൊരു മസ്റ്റാവാം കേട്ടോ. തണുപ്പൊട്ടും പറ്റാത്ത ആൾക്കാർ, തണുപ്പൊട്ടും പറ്റാത്തതല്ല, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും തെർമൽസ് വാങ്ങിച്ചോ. തെർമൽസ് വേണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. എത്രയൊക്കെ നമ്മൾ തണുപ്പ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആ തണുപ്പ് പറ്റത്തില്ല. അപ്പം തെർമൽ ഇസ് എ മസ്റ്റ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒബ്വിയസ്ലി ജാക്കറ്റ്. അപ്പം ഈ ജാക്കറ്റ് നല്ലൊരു ജാക്കറ്റായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ഇത് പോകുന്നുണ്ട്. പിന്നെ പുറമെ നല്ലൊരു കുഷ്യൻ പോലത്തെ നല്ല സോഫ്റ്റ് ആണ്. ഉള്ളിൽ ഇങ്ങനെ ഒരു വൂളൻ ഇത് പോകുന്നുണ്ട് കണ്ടോ. ഉള്ളിലൊരു വൂളൻ ഇത് പോകുന്നുണ്ട്. പുറത്ത് നല്ലൊരു സോഫ്റ്റ് ഇതാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ഒരു ടൈറ്റ് ഇത് പോകുന്നുണ്ട്. അപ്പോൾ സെക്യൂർ ആയിട്ടിരിക്കും, ഒരു തണുപ്പോലും അകത്തോട്ട് വരാത്ത രീതിയിൽ. പിന്നെ ഇതാണെങ്കിൽ ഇങ്ങനെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം, കഴുത്തിൻ്റെ ഇവിടെ വരെ കവർ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ജാക്കറ്റ് ഇവിടെ വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. നല്ലൊരു ജാക്കറ്റാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജാക്കറ്റായിരുന്നു. അത്യാവശ്യം നീളവും ഉണ്ട് ഇതിന്. നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്യും കേട്ടോ കാര്യങ്ങളെല്ലാം. ജാക്കറ്റ് ഇസ് എ മസ്റ്റ് ഒബ്വിയസ്ലി. സോ നിങ്ങൾക്ക് ഒരു ജാക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജാക്കറ്റായിരുന്നേ. അത്യാവശ്യം തണുപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ജാക്കറ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇവിടെ പോക്കറ്റ്സും വരുന്നുണ്ട് കേട്ടോ. പുറത്ത് 2 പോക്കറ്റ്സും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ജാക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പോക്കറ്റ് ഉള്ളത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പുറത്ത് ഇനി 2 പോക്കറ്റ്സ് ഉണ്ട്. പോക്കറ്റ്സ് ഉള്ള ജാക്കറ്റ് ഞാൻ എന്തായാലും വാങ്ങിക്കണേ. അതിപ്പോൾ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും കുഴപ്പമില്ല. ഉള്ളിലാണെങ്കിൽ ഇത്തിരി കൂടെ സേഫ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ഞാൻ ഉപയോഗിച്ച ജാക്കറ്റ്. നല്ലൊരു ജാക്കറ്റായിരുന്നു. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ബൈൻഡിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ മണാലി പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പം ഞാൻ ഒട്ടും യൂസ് ചെയ്യാഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് അല്ല, വീട്ടിലിടുന്ന ഷോർട്സ് അല്ല, ഫുൾ ലെങ്ത് പാൻറ്, പലാസോ ബോട്ടം, ടീഷർട്ട് പോലത്തെ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഇട്ടില്ല. ഞാൻ ഇട്ടത് ഫുൾ ഞാൻ പുറത്തിട്ടുകൊണ്ട് പോകാൻ പ്ലാൻ ചെയ്ത സ്വെറ്റ് ഷർട്ട്സും ജീൻസുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ വീട്ടിലിടുന്ന ഒരു ഡ്രസ്സും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് പറ്റത്തില്ല. തണുപ്പ് ഭയങ്കരമായിട്ട് അപ്പോൾ തോന്നുവേ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സസ് ഇട്ടാൽ. അത് ആ ഒരു ഞാൻ ഈ ഒരു ഓർഗനൈസറിൻ്റെ ഒരു ബാഗ് ഫുള്ള് വീട്ടിലിരുന്ന ഡ്രസ്സസ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെയായിരുന്നു. ഞാൻ തുറന്നേ നോക്കിയിട്ടില്ല. എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമേ വന്നില്ല. കാരണം അത് വേസ്റ്റാണ്. എനിക്ക് ആ തണുപ്പ് അതിടുമ്പോൾ ഇത്തിരി തണുപ്പ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ ഇട്ടുന്ന സ്വെറ്റ് ഷർട്ടും ജീൻസും തന്നെയായിരുന്നു. പിന്നെ തെർമൽസും ആയിരുന്നു ഞാൻ റൂമിലും ഇട്ടുകൊണ്ട് നടന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പാക്കേജസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പാക്കേജിൽ മിക്ക ട്രാവൽ ഏജൻസീസും റൂം തരുമ്പം ഹീറ്ററുള്ള റൂം ആയിരിക്കത്തില്ല കേട്ടോ. സെൻട്രലൈസ്ഡ് ഹീറ്ററുള്ള ഒരു റൂം ആയിരിക്കത്തില്ല തരുന്നത്.
അതുകൊണ്ടാണ് നമുക്ക് റൂമിൽ ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നിക്കുവേ. അപ്പോൾ അങ്ങനെ തണുപ്പ് ഒട്ടും പറ്റാത്ത ആൾക്കാർക്ക് എൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ ഒരു ഹീറ്റ് ബാഗോ ഹീറ്ററോ കൊണ്ടുവന്നല്ല, ഹീറ്റർ എന്നല്ല, ഹീറ്റ് ബാഗ് ഉണ്ടല്ലോ, ഹോട്ട് ബാഗ് പോലത്തെ സാധനങ്ങൾ, അത് കൊണ്ടുവന്ന അല്ലെങ്കിൽ മറ്റേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കുന്ന ഹോട്ട് ബാഗിനേക്കാളും നല്ലത് ഹീറ്റ് ബാഗാണോ ഹോട്ട് ബാഗാണോ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാനുവലി സെറ്റാക്കുന്ന ഹോട്ട് ബാഗിനെക്കാട്ടും നല്ലത് ഇലക്ട്രിക് ഹോട്ട് ബാഗ് ആണ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ആകുമ്പോൾ തന്നെ അത് ഹീറ്റ് ആവുന്ന ടൈപ്പ് ഹോട്ട് ബാഗ് കിട്ടുമല്ലോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഇലക്ട്രിക് ഹോട്ട് ബാഗ്. ആ ഹീറ്റ് ബാഗ് കൊണ്ടുവന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് മിക്ക റൂമും ചിലപ്പം ഈ സെൻട്രലൈസ്ഡ് ഹീറ്റർ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് പണി കിട്ടും, നമുക്ക് തണുക്കും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് സ്നോഫോൾ ഒക്കെ ഉള്ള ടൈം ആണെങ്കിൽ. അപ്പം അങ്ങനത്തെ കേസിൽ ഈ ഹോട്ട് ബാഗ് കൊണ്ടുവന്നാൽ നല്ലതാണ്. അതാകുമ്പം പ്ലഗ് ഇൻ ചെയ്ത് ഹോട്ട് ബാഗ് നമുക്ക് ബോഡിയിൽ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചൂട് കിട്ടും കേട്ടോ. അതൊരു മസ്റ്റാവാണ്. ഞങ്ങളത് എൻ്റെ ഒരു ഫ്രണ്ട് അത് തന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ മരവിച്ച് പോയേനെ. ആ ഒരു സാധനം വേണം കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റർ ഇല്ലെങ്കിലും കുറച്ചൊരു ആശ്വാസം കിട്ടും. ആ ഒരു ഹോട്ട് ബാഗ് ഉണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം നമുക്ക് കിട്ടും. നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ വെക്കാനും ഒക്കെ ബോഡിയിൽ വെച്ച് കുറച്ചൊന്ന് ഹീറ്റ് കിട്ടാൻ നല്ലതാണ് കേട്ടോ. അത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഹീറ്റർ ഉള്ള റൂമാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഹോട്ട് ബാഗിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. പക്ഷെ ഹീറ്റർ ഇല്ലാത്ത കേസിൽ ഇത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കുമേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം യെസ്, മണാലി വ്ലോഗ് കണ്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.